ഹലോ ഗൈസ്, എല്ലാവർക്കും നോട്ടി പ്രൊഫസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വരെ ചെയ്തതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സീരീസിന്റെ റിവ്യൂ ആണ്. നമ്മളിൽ പലരും ഈ ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിലിരുന്ന് കണ്ട ഏറ്റവും കൂടുതൽ പേര് കണ്ട ഒരു നെറ്റ്ഫ്ലിക്സിന്റെ സീരീസ് ആയിരിക്കും മണി ഹെയ്സ്റ്റ്. ശരിക്കും ഇത് സ്പാനിഷ് ലാംഗ്വേജിലുള്ളതാണ്. ഞാനിത് കണ്ടത് സ്പാനിഷ് ലാംഗ്വേജ് കണ്ടിട്ട് അതിന് മലയാള സബ്ടൈറ്റിൽ ഉപയോഗിച്ചാണ് ഞാനിത് കണ്ടത്. ഈ സ്പാനിഷ് ലാംഗ്വേജ് ഒക്കെ കേട്ടപ്പോൾ നല്ല രസമുണ്ട്. ശരി, സ്പാനിഷ് ഞാൻ കേട്ടോണ്ടിരിക്കുക. ഈ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഫസ്റ്റ് സീസണൊക്കെ ഇറങ്ങിയപ്പോൾ ഇത് കാണാൻ തീരെ ആളില്ലാതെ ശരിക്കും നിർത്തി പോകേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. പക്ഷെ 2, 3, 4 സീസണൊക്കെ ആയപ്പോഴേക്കും ഇത് വളരെയധികം ഫേമസ് ആവുകയും ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു സീരീസിൽ വളരെ ടോപ്പ് 5 കയറിയ ഒരു സീരീസായി മാറുകയും ചെയ്തു. അത്രയും ഫാൻസ് ഉണ്ട് ഇപ്പൊ മണി ഹെയ്സ്റ്റിന്. മണി ഹെയ്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏകദേശം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതിന്റെ ശരിക്കും ഒരു സീരീസിന്റെ റിവ്യൂ അല്ല, അതിനകത്തുള്ള ക്യാരക്ടേഴ്സിന്റെ റിവ്യൂ ആണ്. ഇതിന്റെ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഈ സീരീസിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അവരുടെ പേരുകൾ നമ്മൾ ശരിക്കും വിദേശ ഭാഷയിലുള്ള എന്തെങ്കിലും കണ്ടുകഴിയുമ്പോൾ അവരുടെ പേരൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ ഇതിനകത്ത് ഓരോ സിറ്റീസിന്റെ പേരൊക്കെ ഇട്ടാക്കുന്നത് വളരെ അടിപൊളി ഒരു കഥയുമാണത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ ത്രില്ലിംഗ് ആയ ഒരു സീരീസുമാണ്. അപ്പൊ അതിന് ഏകദേശം ഒരു 10-15ഓളം ക്യാരക്ടേഴ്സ് ഉണ്ട് മെയിൻ ആയിട്ടുണ്ട്. ഓരോരുത്തരെ കുറിച്ച് നമുക്ക് കേൾക്കുമ്പോൾ അവരെ കുറിച്ചല്ല നമുക്ക് കണ്ടവർക്കല്ല ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും അവരുടെ ആ മുഖം. കാരണം അത്രയും പോളി സീരീസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ മണി ഹെയ്സ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറിന്റെ പേര് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ആൾ നമ്മുടെ കഥാനായകനാണ്, പ്രൊഫസർ. ആ പുള്ളി നമ്മളെ ശരിക്കും ഞെട്ടിച്ച് കളയുന്നത് പുള്ളിയുടെ ബുദ്ധി കൊണ്ട് മാത്രമാണ്. വേറെ ഒരു കാര്യത്തിലും പുള്ളി നമ്മളെ അങ്ങനെ പുള്ളി ഒരുപാട് കോമഡി പറയോ ഒരുപാട് അങ്ങനെ അടി ഉണ്ടാക്കാൻ അറിയാവുന്ന ആളോ അങ്ങനെയൊന്നും വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ പുള്ളിയുടെ ഇന്റലിജൻസ് അതൊരു രക്ഷയില്ല. ശരിക്കും നമ്മൾ ഓരോ സീനുകളിൽ പുള്ളി നമ്മളെ എപ്പോഴും പറ്റിക്കും. മറ്റേ ആ സെക്കൻഡ് സീസണിലാണെന്ന് തോന്നുന്നു, നമ്മുടെ റക്കയിൽ അവർ ഒളിച്ച് താമസിച്ചിരുന്ന ആ സങ്കേതം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ പ്രൊഫസറിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ പ്രൊഫസറിന്റെ മുഖം കാണുമ്പോൾ നമ്മൾ ഓർക്കും പെട്ടു, തീർന്നു. പക്ഷെ പ്രൊഫസർ അപ്പോഴും മനസ്സ് വിചാരിച്ചിട്ടിരുന്ന ഇതൊക്കെ അവർക്ക് ഓരോ കെണിയായിട്ട് ഇട്ടുകൊണ്ടിരുന്നതാണ്. ഈ മോഷണം തുടങ്ങുമ്പോൾ മുതൽ തീരുന്നോണം വരെ പോലീസുകാരെന്ത് ചിന്തിക്കുമെന്നും കള്ളന്മാരെന്ത് ചിന്തിക്കുമെന്നും അവിടെയുള്ള പിടിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരെന്ത് ചിന്തിക്കുമെന്നും എല്ലാം പുള്ളി കൃത്യമായിട്ട് നോക്കിയിരുന്നു. ഇനി രണ്ടാമത്തെ ആൾ ബെർലിനാണ്. ശരിക്കും പറയാം, നമ്മൾ ഫസ്റ്റ് സീസണിൽ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ശരിക്കുകളുടെ കലി തോന്നും. കാരണം എല്ലാവരുമായിട്ട് ചുമ്മാ ചൊറിഞ്ഞ് അടിയുണ്ടാക്കാനൊക്കെ നമുക്ക് ശരിക്കും കലി തോന്നും ഈ പുള്ളിയോട് പറഞ്ഞു. സെക്കൻഡ് സീസൺ ഈ തീരമാകുമ്പോഴേക്കുമാണ് ഏകദേശം ഈ നമ്മുടെ പ്രൊഫസറിന്റെ ചേട്ടനാണ് ബെർലിൻ നമ്മൾ ശരിക്കും അറിയുന്നത്. സെക്കൻഡ് സീസണിൽ പുള്ളി ശരിക്കും വെടികൊണ്ട് മരിക്കുമ്പോഴൊക്കെ നമുക്ക് അന്നേരമാണ് ശരിക്കും പുള്ളിയുടെ നായകനെ പുറത്തെടുക്കുന്നത്. തുടക്കത്തിൽ നമ്മളെ പുള്ളിനെ വില്ലനായിട്ട് കരുതുന്നുണ്ടെങ്കിലും പിന്നീട് വരുമ്പോഴേക്കും പുള്ളി നായകനാണ്. പിന്നെ സീസൺ 3ലും സീസൺ 4ലും പുള്ളി തന്നെയാണ് മൊത്തം. പുള്ളി മരിച്ചു കഴിഞ്ഞെങ്കിലും പുള്ളിയുടെ പഴയ കാര്യങ്ങൾ മൊത്തം പറയുന്ന സീസൺ 3ലും 4ലും ആയിട്ടാണ്. ആ രണ്ടാമത് ഇവര് റോയൽ മിന്റ് കഴിഞ്ഞിട്ട് ബാങ്കോക്ക് സ്പെയിനിലേക്ക് കൊള്ളയടിക്കാൻ പോകുന്ന ആ ബുദ്ധി മൊത്തം ഈ നമ്മുടെ ബെർലിന്റെയാണ്. ഇനിയുള്ളത് ടോക്കിയോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, തുടക്കം മുതൽ ഈ ഗ്യാങ്ങിൽ ഏറ്റവും ഒരു മുൻപിൽ നമുക്ക് തോന്നുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ടോക്കിയോ ആണ്. ആ ഒരു ധൈര്യവും വേറെ ആർക്കും ആ ഒരു ഗ്യാങ്ങിൽ അത്രയും ധൈര്യമുള്ള വേറെ ആരുമില്ല. ടോക്കിയോ തന്നെയാണ് ഈ കഥ മൊത്തം പറയുന്നത്. ഈ കഥ മുഴുവൻ ടോക്കിയോ പറയുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടോക്കിയോ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ്. പുള്ളിക്കാരി ഫസ്റ്റ് സീസൺ ആദ്യം മുതൽ കാണിക്കുന്നത് ടോക്കിയോനെ തന്നെയാണ്. ഇനി അടുത്തത് ഡെൻവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് പുള്ളിക്ക് 2 സ്വഭാവമേ ഉള്ളൂ. ഒന്നാമത്തേത് കലിപ്പ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒട്ടിക്കത്തെ കലിപ്പാണ്. കലി വന്നാൽ പിന്നെ ഇടിക്കൊന്നും ഒരു ഭംഗിയില്ല. ആ അർത്തൂറിജനൊക്കെ ഇടിച്ച് മോന്ത പരിപ്പാക്കി വെക്കുന്നുണ്ട്. പുള്ളിയുടെ അപ്പനായ മോസ്കോ പോലും പറയുന്നുണ്ട്, പണ്ട് പിള്ളേർ ഇടി കൂടുമ്പോൾ ഇടിച്ചോണ്ടിരുന്നത് എൻ്റെ മോനാണ്. പുള്ളിയുടെ രണ്ടാമത്തെ സ്വഭാവം ഇതിന് നേരെ വിപരീതമാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ചിരി എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. പുള്ളിയുടെ ചിരി കേട്ടാണ്ടല്ലോ നമുക്ക് തന്നെ ചിരി വരും. അതായത് അതിന്റെ ട്രോളൊക്കെ വായിക്കുന്നത് പറഞ്ഞാൽ നമ്മളൊരു തമാശ പറഞ്ഞാൽ ആ തമാശേനേക്കാൾ സെറ്റപ്പ് ആയിട്ടാണ് പുള്ളിയുടെ ചിരി. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് നോക്കിയപ്പോൾ ചുമ്മാ ഡെൻവർ ലാസ്റ്റ് തിരിച്ച് നോക്കിയതുള്ളൂ. ഏകദേശം 2 മണിക്കൂറിന് മേളിൽ ആ സീരീസിൽ പുള്ളി ചിരിക്കുന്ന തന്നെ വീഡിയോസ് ഉണ്ട്. പുള്ളിയുടെ ചിരി എന്ന് പറഞ്ഞ ചിരി അടിപൊളിയാണ്. ടോക്കിയോ ഇതിനെ അനുകരിച്ച് ചിരിക്കുന്നതൊക്കെ നല്ല രസമാണ് കാണുന്നത്. സെറ്റപ്പാണ് പുള്ളിയുടെ ചിരി. ഇനി റിയോ, കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞതും ദുർബല ഹൃദയനുമായ ഒരു ഒരുത്തനാണ് റിയോ. ആള് പാവമാണ്. ഈ സീസൺ 3-ലൊക്കെ
പുള്ളിക്കാരൻ പിടിച്ചുകൊണ്ട് പോയി ഒരുപാട് പുള്ളിനെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ പുള്ളി പിന്നീട് പറയുന്നുണ്ട്. ഭയങ്കര വിഷമാണ് പുള്ളിക്ക് തീരെ ദുർബല ഹൃദയനുമാണ്. തുടക്കം മുതലേ പുള്ളി ദുർബല ഹൃദയനാണെന്ന് അറിയുകയും ചെയ്തിരുന്നു. പോലീസുകാരിൽ ആദ്യം മുതൽ നോട്ട വിട്ടതും അവനെ തന്നെയായിരുന്നു. ആ റിയോനെ പോലീസുകാരെ പിടിക്കാൻ വരുമ്പോൾ പുള്ളി മറ്റേ വെടിവെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് അതിന് കഴിയുന്നു പോലുമില്ല. അതുപോലെ തന്നെ ഗാന്ധിയെ രക്ഷപ്പെടുമ്പോഴും പുള്ളിക്ക് നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. ഒന്ന് വെടിവെക്കാനോ ഒന്നും ചെയ്യാൻ പുള്ളിക്ക് പറ്റില്ല. കാരണം അത്രയ്ക്കും ദുർബല ഹൃദയനും വെറും പാവമായിരുന്നു. പിന്നെ പുള്ളിയുടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലെ ഹാക്കിങ്, ആ ഒരു സെറ്റപ്പ് ഒക്കെ പുള്ളി ഒരു രക്ഷയില്ല. ആ ടീമിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന റിയോ ആയിരുന്നു. റിയോ ചെയ്തതിന് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പുള്ളി നോക്കി വെച്ചിരുന്നതാണ്. ക്യാമറ എല്ലാം ഹാക്ക് ചെയ്ത് പുള്ളിയുടെ കയ്യിലായിരുന്നു മൊത്തം. ഇനിയുള്ളത് ഹെൽസിൻകി. നമുക്കറിയാം പുള്ളി നല്ല കട്ട താടിയൊക്കെ വെച്ച് കാണാനൊക്കെ അടിപൊളിയാണ്. പുള്ളിയുടെ ചിരി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രസമാണ് പുള്ളിയുടെ ചിരിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ അറിയത്തില്ല, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം സീസൺ 3 വരുവാണെങ്കിൽ നമ്മുടെ പലർമോ പറയുന്നത് തന്നെ കേട്ട് നടന്നു. സീസൺ 1 സെക്കൻഡ് ബെർലിൻ പറഞ്ഞത് കേട്ട് തന്നെ നടന്നു. പുള്ളിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ അറിയത്തുമില്ല. അങ്ങനെ പുള്ളി ഒരു പാവം. പിന്നെ നമ്മുടെ ഹെൽസിൻസ്കിയുടെ ബ്രദറാണ് ഓസ്ലോ. ഓസ്ലോനെ പറ്റി ശരിക്കും പറയാൻ മാത്രം ഒന്നുമില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്തൊന്നും ഒരു വാക്ക് പോലും ഇന്ത്യയിലായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പുള്ളി ലുക്കാണ്, മുടിയൊക്കെ മണ്ടയിലൊരു ശാലൊക്കെ വെച്ച് താടിയൊക്കെ ആയിട്ട് നല്ല ആരോഗ്യമൊക്കെയുള്ള നല്ല സെറ്റപ്പ് ടീമാണ്. പക്ഷെ അങ്ങനെ മിണ്ടുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഒരു നിശബ്ദനായിരുന്നു, ഒന്നും മിണ്ടാറുന്നില്ല. ആദ്യത്തെ ആ സെക്കൻഡ് സീസണിൽ അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞ് ആ ബന്ധുകൾ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഓസ്ലോയുടെ തലക്കടിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അവൻ്റെ ബോധം കിട്ട് ബ്രെയിൻ ഡെത്തായിപ്പോൾ ഹെൽസിൻസ്കി തന്നെയാണ് പിന്നീട് അവനെ കൊല്ലുന്നത്. അതൊക്കെ വളരെ ഭയങ്കര ഒരു വിഷമം തോന്നിക്കുന്ന ഒരു സീൻ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് മോസ്കോ. നമ്മൾ ഡെൻവറിന്റെ അപ്പനാണ്. ഈ ഡെൻവറും മോസ്കോയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അവരുടെ അമ്മേനെ പറ്റി. പിന്നീട് അവസാനം ഈ മോസ്കോ മരിക്കുന്നത് തന്നെ ടോക്കിയോ തിരിച്ചു വരുമ്പോൾ ടോക്കിയോനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ടോക്കിയോക്ക് വളരെ ബഹുമാനമായിരുന്നു മോസ്കോ എന്ന് പറയുന്ന ഒരാളോട്. കാരണം ഇച്ചിരി പ്രായമുള്ള ആളൊക്കെ ആയിരുന്നു. വളരെ പ്രായം കൂടിയതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പല ചിന്തകൾ ഇവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് പുള്ളി തന്നെയായിരുന്നു. ഇപ്പോൾ ഡെൻവർ ഒരു കൊച്ചു ചെറുക്കനാണ്. അവൻ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുമെങ്കിലും അവൻ്റെ അച്ഛൻ എന്ന നിലയിൽ മോസ്കോ വളരെയധികം ഉപദേശങ്ങൾ നൽകിയിരുന്നു. അവസാനം അമ്മയുടെ കാര്യം പറഞ്ഞ് ഈ ഡെൻവറും മോസ്കോയും കൂടെ അടിയുണ്ടാക്കി കഴിയുമ്പോൾ മോസ്കോയ്ക്ക് അത് ഒരുപാട് വിഷമാവുന്നുണ്ട്. പിന്നെ മോസ്കോ മരിക്കാൻ കിടക്കുമ്പോൾ ഡെൻവർ മറ്റേ അവരുടെ ഗുഹയൊക്കെ തുരങ്കം പൊളിക്കാൻ പോകുന്നത് ഭയങ്കര വിഷമം തോന്നുന്ന സീനുകളാണ്. മോസ്കോ മരിക്കാൻ കിടക്കുന്നു, പോലീസുകാരാണ് തിരിഞ്ഞു പോയി നോക്കുന്നില്ല. അവസാനം മോസ്കോ മരിക്കുമ്പം ഡെൻവറോട് പറയുന്നു. അപ്പം ഡെൻവർ ശരിക്കും വളരെ എന്താ പറയുക ഭയങ്കര വിഷമം തോന്നുന്ന ഒരു സീനാണ് മോസ്കോ മരിച്ചത്. അത് റോയൽ മിന്റിൽ പോയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട 2 ആളുകളിൽ അല്ലെങ്കിൽ 3 ആളുകളിൽ മോസ്കോയും പെടുന്നു. രണ്ടാമത്തെ തവണ അവർ ബാങ്ക് ഓഫ് സ്പെയിനിൽ മോഷ്ടിക്കാൻ പോകുമ്പോൾ പുറത്തുനിന്ന് സഹായിക്കാനായുള്ള ഒരാളായിരുന്നു മാർസല്ല. പുള്ളി പട്ടാളക്കാരനായിരുന്നു. മൃഗങ്ങളോടൊക്കെ ഒരുപാട് നല്ല സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു മൃഗത്തെ വെച്ചുള്ള ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അടിപൊളിയാട്ടോ, അത് രക്ഷയില്ല. ഈ മാർസല്ല അത് കഴിഞ്ഞ് പ്രൊഫസറും കൂടെ അവർ അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മാർസല്ല ശരിക്കും അവരുടെ ഗ്യാങ്ങിന് വേണ്ടി നന്നായിട്ട് അധ്വാനിച്ചു. ഇനിയുള്ളത് പലർമോയാണ്. പലർമോയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു വശത്ത് അവനോട് ഇഷ്ടവും തോന്നും, പക്ഷെ മറുവശത്ത് നമുക്ക് അവനോട് കലിയും തോന്നും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പലർമോ ആള് പാവമാണ്. ശരിക്കും അവന് ബെർലിനെ ആയിരുന്നു ഇഷ്ടം. ബെർലിൻ മരിച്ചതിന് ശേഷം അവൻ എല്ലാവരും വഴക്കുണ്ടാക്കി. പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ ഒരുപാട് അവൻ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു രീതിയിലാക്കി മാറുകയായിരുന്നു. അവൻ ഒറ്റയൊരുത്തൻ കാരണമാണ് ഗാന്ധിയെ രക്ഷപ്പെട്ടു പോവുകയും അങ്ങനത്തെ വലിയ അപകടം നടക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ പലർമോ എന്ന് പറയുന്നത് നമുക്കിട്ട് ഇപ്പം ആ ഗ്യാങ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണം ഗാന്ധിയായിരുന്നു. അതിന് കാരണം പലർമോയാണ്. അതുകൊണ്ട് തന്നെ പലർമോനെ ഒരുപാട് പേർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയുള്ള ഒരാളാണ് സ്റ്റോക്ക്ഹോം. സ്റ്റോക്ക്ഹോം എന്ന് പറയുന്നതിനേക്കാളും എല്ലാവർക്കും പരിചയം മോണിക്ക എന്ന പേരായിരിക്കും. കാരണം നമ്മുടെ ഡെൻവറിന്റെ വൈഫാണ് ഈ മോണിക്ക എന്ന് പറയുന്ന ആൾ. ശരിക്കും റോയൽ മിന്റിൽ കവർച്ച ചെയ്തപ്പോൾ അവിടുത്തെ ഒരു ബന്ദിയായിരുന്നു മോണിക്ക. പിന്നീട് ബെർലിൻ മോണിക്കയെ കൊല്ലാൻ പറയുകയും അങ്ങനെ ഡെൻവറും മോണിക്കയും തമ്മിൽ ബന്ധം വളരുകയും അവരെങ്ങനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുകയും അവർക്കൊരു കുട്ടിക്ക് സിൻസിനാറ്റി എന്ന് പേര് വിട്ട് അങ്ങനെ ആ കുട്ടീനെ വരെ അവർ ആ ഗ്യാങ്ങിലേക്ക് ചേർക്കുകയും ചെയ്തിരുന്നു. വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിൽ പിന്നീട് സീസൺ 3 സീസൺ 4 ഒക്കെ ആയിട്ട് അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും എന്നാലും പിന്നീട് സ്റ്റോക്ക്ഹോം അതായത് നമ്മുടെ നൈരോബി മരിച്ചതിന് ശേഷം സ്റ്റോക്ക്ഹോം ഒരു ചുമതല ഏറ്റെടുക്കുകയും എല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി വളരെ വളരെ ബ്രേവ് ആയിട്ട്, അല്ലെങ്കിൽ റിയോ പറയുന്നുണ്ട് നല്ലൊരു കേൾവിക്കാരിയാണ്. അങ്ങനെ പലതരം നിലകളിൽ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് ഈ മോണിക്ക.
പിന്നെയുള്ളത് ലിസ്ബോൺ. ഫസ്റ്റ് സീസൺ അല്ലെങ്കിൽ റോയൽ മിന്റിൽ അവരെ കവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ പോലീസ് ഓഫീസർ ആയിരുന്നു ഈ ലിസ്ബൺ അല്ലെങ്കിൽ റക്കേൽ മുരിലോ, ഇൻസ്പെക്ടർ. പിന്നീട് പ്രൊഫസറുമായി ഇഷ്ടത്തിലാവുകയും അവർ പിന്നീട് ഒരുമിച്ച് ജീവിക്കുകയും അങ്ങനെ വേറെ രാജ്യത്തേക്ക് പോയി അങ്ങനെ ജീവിക്കുകയും ചെയ്തു. പിന്നീട് ഈ റക്കേൽ മുരിലോ ലിസ്ബോൺ എന്ന പേര് സ്വീകരിച്ച് ഇവരുടെ ടീമിലേക്ക് ചേരുകയും ടീമിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. പിന്നീട് പ്രൊഫസർ ലിസ്ബണും കൂടിയായിരുന്നു ഒരു ലീഡർഷിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. എങ്കിലും അവർ തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അവരൊരു ഡ്രോൺ ക്യാമറയിൽ പെടുമ്പോഴും അപ്പോഴവർ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമായിരുന്നു ഡ്രോൺ ക്യാമറയിൽ പെടുന്നത്. അപ്പോഴും ഈ റക്കേലിനെ വെടിവെച്ച് കൊന്നപ്പോൾ പ്രൊഫസറിന്റെ കരച്ചിൽ. എന്നാൽ റക്കേൽ അവിടെ ചെന്ന് അവർ രക്ഷിച്ചുകൊണ്ട് വരുന്നത് അവസാനത്തെ എപ്പിസോഡിൽ നമ്മുടെ റക്കേൽ തിരിച്ചു വീണ്ടും അവരുടെ ആ ഒരു ബാങ്ക് ഓഫ് സ്പെയിനിലേക്ക് കയറുമ്പോൾ അങ്ങനെ വളരെയധികം നിർണായകമായ ഒരു ജീവിതമാണ് ഈ റക്കേൽ മുരിലോയുടേത്. വളരെ ദുരന്തം നിറഞ്ഞ ഒരു ജീവിതം എന്ന് തന്നെ പറയാം. അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് ആളുകളിൽ നിന്നും അവർ നേരിട്ട പലതരം പ്രശ്നങ്ങളും അതൊക്കെ ഈ സിനിമ ഒരുപാട് എടുത്ത് കാണിക്കും. ഇനി ഒരാളുള്ളതാണ് ബൊഗോട്ട ഒരു കാളക്കൂറ്റനാണെന്നൊക്കെ ഈ ടോക്കിയോ പറയുന്നുണ്ട്. ആദ്യം തന്നെ നൈരോബിയുടെ കൂടെ ആയിരുന്നു ഈ ബൊഗോട്ട വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, സ്വർണം മുഴുകുന്ന സ്ഥലത്ത്. അവർ തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നെങ്കിലും അവസാനം ഗാന്ധിയനെ കൊല്ലാൻ വേണ്ടി ബൊഗോട്ട നിൽക്കുന്നതും ഗാന്ധിയനെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് നല്ല ആരോഗ്യമുള്ളവനാക്കി ഞാൻ തന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് ബൊഗോട്ട പറയുന്നുണ്ട്. അതുകൊണ്ട് ബൊഗോട്ട എന്ന് പറയുന്നത് വളരെ ശക്തനായ ഒരാൾ തന്നെയായിരുന്നു. അതിനകത്ത് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഡെൻവറിനായാലും ഒരുപാട് ബുദ്ധികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, പുള്ളിക്ക് കുറെ കുട്ടികളുടെ കാര്യം, പുള്ളിയുടെ കുടുംബത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പുള്ളി നല്ല ഒരു മനുഷ്യനായിരുന്നു നമുക്ക് പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നൈരോബിയാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതും നൈരോബിനെ തന്നെ ആയിരിക്കും. കാരണം അവരുടെ ടീമിലെ എല്ലാവരുമായിട്ടും നല്ലൊരു ബന്ധം നൈരോബിക്ക് ഉണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്ഷിപ്പ്, പ്രൊഫസറായിട്ടാണെങ്കിൽ എല്ലാവരുമായിട്ടും നല്ലൊരു ബന്ധം നൈരോബിക്ക് ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ മോന്റെ കാര്യവും പുള്ളിയുടെ ജീവിതവും ഒക്കെ അതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നൈരോബി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. എന്നാൽ ശരിക്കും ഈ സീസൺ 4 വരെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഞെട്ടിപ്പോകുന്ന ഒരു മാറ്റമായിരുന്നു ഗാന്ധിയെ നൈരോബിനെ കൊന്നത്. അതായത് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും സമയം കഴിയാതെ പെട്ടെന്നായിരുന്നു ശരിക്കും ഈ നൈരോബിനെ കൊന്നു കാണുന്നത്. അത് വളരെയധികം ദുഃഖം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. കാരണം ഈ സീസൺ കണ്ടോണ്ടിരുന്ന എല്ലാവരും ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവുക ഒരുപക്ഷെ ഈ നൈരോബി മരിച്ചത് കണ്ടിട്ടായിരിക്കും. അത്രയും മാറ്റങ്ങൾ അവരിൽ വരുത്തി. നൈരോബിനെ അവർ പുറത്തേക്ക് കൊണ്ടുപോകുന്നു, ഈ ഹെൽസിങ്കി ഫ്ലൂട്ടൊക്കെ വായിക്കുന്നു. വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു നൈരോബി മരിച്ചത്. അപ്പോൾ ഇത്രയുമായിരുന്നു ഈ ക്യാരക്ടർ റിവ്യൂ എന്ന വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ സീസൺ 4 നമ്മുടെ പോലീസുകാരി പ്രൊഫസറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ പുള്ളിക്കാരി ഇനി നമ്മുടെ മണി ഹീസ്റ്റിന്റെ അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ഗ്യാങ്ങിലേക്ക് ചേരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യുന്ന കാര്യം ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.